ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യും. UDF സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. മുഖ്യമന്ത്രി VD സതീശൻ ഉൾപ്പെടെ 21 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. സത്യവാചകം ചൊല്ലിക്കൊടുത്ത് ഗവർണർ രാജേന്ദ്ര അർലേക്കർ. ചടങ്ങിന് സാക്ഷികളായി രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, പിണറായി വിജയൻ, കോൺഗ്രസ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ. UDF സർക്കാരിനെ സത്യപ്രതിജ്ഞ ചടങ്ങ് ആഘോഷമാക്കി പ്രവർത്തകർ. സെൻട്രൽ സ്റ്റേഡിയത്തിൽ ചടങ്ങിന് സാക്ഷികളായി 10,000. MV ഗോവിന്ദൻ മാസ്റ്ററും ബിനോയ് വിശ്വം, രാജചന്ദ്രശേഖറും സമുദായ നേതാക്കളും പൗരപ്രമുഖരും. സ്റ്റേഡിയത്തിന് പുറത്തു തടിച്ചുകൂടി നിരവധി പേർ. UDF സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്ക് സാധ്യത. ആശമാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചേക്കും. കൊച്ചിയിലെ മാതൃകയിൽ ഇന്ദിരാ ക്യാന്റീൻ സംസ്ഥാന വ്യാപകമാക്കും. അഴിമതി തടയാൻ വിജിലൻസ് കമ്മീഷനെയും പ്രഖ്യാപിച്ചേക്കും. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പ്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യത. ഇറാന് വീണ്ടും മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാറിലെത്താൻ ഇനിയും വൈകിയാൽ ഇറാനിലൊന്നും ബാക്കിയുണ്ടാകില്ല. സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും ട്രംപ്. യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാന് US 5 നിർദ്ദേശങ്ങൾ നൽകിയെന്ന റിപ്പോർട്ട്. സൗദിയിൽ വീണ്ടും ഡ്രോൺ ആക്രമണം.